മരട് നഗരസഭ 1-ാം ഡിവിഷൻ വയോമിത്രം ക്ലബ്ബ് സ്നേഹതീരം ക്രിസ്മസ് ആഘോഷവും റാലിയും സംഘടിപ്പിച്ചു. വയോമിത്രം ക്ലബ്ബിൽ നിന്നും ആരംഭിച്ച റാലി മേൽപ്പാലം ജംഗ്ഷനിൽ സമാപിച്ചു. വയോമിത്രം പ്രസിഡന്റ് NJ ബാബു, ഡിവിഷൻ കൗൺസിലർ ശാലിനി അനുരാജ് എന്നിവർ റാലിക്ക് നേതൃത്വം നൽകി. തുടർന്ന് നടന്ന ക്രിസ്മസ് ആഘോഷം വയോമിത്രത്തിൻ്റെ മുതിർന്ന അംഗം കോറ്റാട പരമേശ്വരൻ കേക്ക് മുറിച്ച് ഉദ്ഘാടനം ചെയ്തു. ആശംസകൾ നേർന്നുകൊണ്ട് ശരത് കുന്നിക്കൽ, ഹർഷൻ, ലീന ബാക്കുലയൻ, NJ ബാബു, മീനാക്ഷി പരമേശ്വരൻ എന്നിവർ സംസാരിച്ചു. 130ഓളം വരുന്ന വയോജന ക്ലബ്ബുകൾക്ക് കേക്കുകൾ വിതരണം ചെയ്താണ് ആഘോഷങ്ങൾ പര്യവസാനം. സ്നേഹതീരം പകൽ വീട് നമുക്കായി ലഭിച്ചതിന് ശേഷം ആദ്യത്തെ ക്രിസ്മസ് ആണ് ഇന്നിവിടെ ആഘോഷിച്ചത്. 130 അംഗങ്ങളുള്ള പകൽ വീട്ടിൽ 130 പേരും തന്നെ ഇന്നത്തെ ക്രിസ്മസ് ആഘോഷത്തിൽ പങ്കെടുത്തു. അതിന് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അവരവരുടേതായിട്ടുള്ള കഴിവുകളും മറ്റും പ്രകടിപ്പിച്ചുകൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷവേളയിൽ എല്ലാവരും സന്തോഷത്തോടെ ഒത്തുചേർന്നു. കരോളുമായിട്ടും റാലിയായിട്ടും ഒക്കെ നടത്തി 130 പേരും പങ്കെടുത്തു. 130 പേർക്കും കേക്ക് വിതരണം ഉണ്ടായി. ആ സന്തോഷം കാണുമ്പോൾ നമ്മുടെ മനസ്സ് തന്നെ നിറയുകയാണ്. കാരണം അവരുടെ വീട്ടിൽ കിട്ടാത്ത പല ആളുകൾക്കും കിട്ടാത്ത ആ സന്തോഷം നമ്മളിലൂടെ അവർ അനുഭവിക്കുകയാണ്. ആ കേക്ക് മുറിച്ചപ്പോൾ ചില അമ്മമാരുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടായിരുന്നു. അത്രയും സന്തോഷമാണ് അവർക്കുള്ളത്. ഇത്രയും നല്ല രീതിയിൽ നമുക്ക് ഈ പകൽ വീട്ടിൽ വെച്ച് ക്രിസ്മസ് ആഘോഷം നടത്തുവാൻ സാധിച്ചത് ദൈവത്തിൻ്റെ ഒരു കൃപ കൊണ്ട് മാത്രമാണ്. എല്ലാവർക്കും ന്യൂ ഇയറിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. എല്ലാവരുടെയും മുന്നാലെ നടന്ന് അപേക്ഷ എഴുതി അതെല്ലാം കൊടുത്ത് അവസാനം ഇത് ഉപകാരപ്രദമായി തീർന്നതിന് നന്ദി. സ്ഥലത്തിന് വേണ്ടി ആജീവനാന്ത പ്രവർത്തിച്ച മീനാക്ഷി ചേച്ചിയെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം എന്നെ പോലെ ഇതിലേക്ക് ചേർത്ത് മീനാക്ഷി ചേച്ചിയാണ്. പിന്നെ ബാബു മെമ്പറും എല്ലാം കൂടി ഇത് നല്ല രീതിയിലാക്കി തീർത്തിട്ടുണ്ട്. അത് നന്നായി നടന്നുകൊണ്ട് ഇനിയും ക്രിസ്മസുകൾ ആഘോഷിക്കാനുള്ള ഭാഗ്യം, ക്രിസ്മസ് മാത്രമല്ല ഓണം എല്ലാം ആഘോഷിക്കാനുള്ള ഭാഗ്യം നമുക്കുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. വലിയ ചടങ്ങാണ്, വലിയ ചടങ്ങാണ്. ഇപ്പോഴും ആൾക്കാരെല്ലാവരും കൂടെ ഒത്തൊരുമിക്കാൻ അവസരം കിട്ടിയത് തന്നെ വലിയ സന്തോഷം. നമ്മൾ ഇത് കഴിഞ്ഞിട്ട് റാലിയുണ്ട്, അത് കഴിഞ്ഞിട്ട് വേണം കേക്ക് കൊടുക്കാൻ. അധികം ഒന്നും സംസാരിക്കാൻ ഒന്നുമില്ല. എല്ലാവർക്കും ക്രിസ്മസിൻ്റെയും യുവജനത്തിൻ്റെയും ആശംസകൾ നേരുകയാണ്. പിന്നെ ഇന്ന് നമ്മുടെ അധ്യക്ഷൻ വഹിക്കുന്ന ബഹുമാനമായ സ്നേഹതീരം ജീവിതത്തിൽ അത്യപൂർവം ഉണ്ടാകുന്ന സന്ദർഭങ്ങളാണ് വയോജനങ്ങൾ എന്ന് പറഞ്ഞ് പറയുമ്പോൾ ശരിക്കും പറഞ്ഞ അസ്തമയം, അതായത് ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യങ്ങൾ പെട്ടെന്ന് പോകുന്ന കാര്യങ്ങൾ. ഉദയം മുതൽ ഉച്ച വരെയുള്ള സമയങ്ങളൊക്കെ പോലും ഉച്ചയ്ക്ക് ശേഷം അസ്തമയമുണ്ട്. അതാണ് ശരിക്കും പറഞ്ഞാൽ വയോജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനൊരു കൺസെപ്റ്റ് മനസ്സിലെല്ലാവർക്കും ഉണ്ടാവും. കാരണം വൈകുന്തോറും ഒരു അസ്തമയത്തിൻ്റെ സമയം അയക്കുന്നു എന്നതാണ്. എന്തിനാലും ജീവിതം ഒരിക്കലേ ഉള്ളൂ. ആ ജീവിതം വയസ്സന്മാരായി എന്തായാലും അത് ആഘോഷവും സന്തോഷപൂർവ്വം കഴിയണം എന്നതാണ് എനിക്ക് പറയാൻ